വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, വചനം കേൾക്കുക, ഇതിൽ പരം ഭാഗ്യം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാനില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കുടുംബ ധ്യാനമാണ്. കുടുംബ ധ്യാനത്തിൻ്റെ ഒരു പരമ്പര ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും ഇതേ ദിവസം ഇതേ സമയത്ത് ഈ ദൈവവചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കുവാൻ നിങ്ങളെ ഏവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാൻ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറകളിലേക്കും അനുഗ്രഹം കടന്നു വരുവാൻ ഈ കുടുംബ ധ്യാനം നിങ്ങളെ ഏറെ സഹായിക്കും. അതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഏറെ ദാഹത്തോടെ ആകാംക്ഷയോടെ പ്രാർത്ഥനാ മനോഭാവത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ കുടുംബ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കളെ
ദൈവം നൽകിയ മക്കളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ കർത്താവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കുടുംബജീവിതത്തെ സ്ഥാപിച്ച് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കർത്താവേ, നീ കുടുംബങ്ങളെ ഓരോരുത്തരെയും സന്ദർശിക്കണമേ. ഒരു കുടുംബത്തിൽ പിറന്ന യേശുവേ, നസ്രത്തിലെ നല്ല കുടുംബത്തിൽ ആ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് വിജയപ്രദമായി ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച കർത്താവേ, എന്ന കുടുംബജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളിലേക്ക് നീ കടന്നു വരണമേ. നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹാത്മ്യം, അതിന്റെ പവിത്രത, അതിന്റെ അഭിഷേകം, ആ വിളിയുടെ വലിയ ദൗത്യം തിരിച്ചറിയുവാൻ തുടർന്ന് വരുന്ന ധ്യാനങ്ങളിലൂടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ മക്കളെ ഓരോരുത്തരെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വിട്ടുവയ്ക്കണമേ. കുടുംബജീവിതം പരാജയമായി തകർന്നു പോയ വ്യക്തികളെ നിരകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അത്ഭുത കൃപയാൽ നീ അവരെ നിറയ്ക്കണമേ. തകർന്ന കുടുംബജീവിതങ്ങളെ നീ പണിതുയർത്തണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങ് ശക്തമായി വ്യക്തികളുടെ മേൽ, ദമ്പതികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, മക്കളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ നല്ല കുടുംബത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, യൗസേപ്പ് പിതാവേ, പ്രത്യേകമായി ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി, കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധതേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ ഈ കുടുംബ ധ്യാനത്തിന്റെ പേര് വിശുദ്ധ കുടുംബം, അനുഗ്രഹീത കുടുംബം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിന് വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധിയാണ് അനുഗ്രഹം. വിശുദ്ധി കൂടാതെ ദൈവം ആഗ്രഹിക്കുന്ന ഒരനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുകയില്ല.
അതുകൊണ്ടാണ് വിശുദ്ധ കുടുംബം അനുഗ്രഹീത കുടുംബം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഒരു വിശുദ്ധ കുടുംബത്തിന് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശുദ്ധ ദമ്പതികൾക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശുദ്ധ മാതാപിതാക്കൾക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അനുഗ്രഹീത കുടുംബം, അനുഗ്രഹീത ദമ്പതികൾ, അനുഗ്രഹീത തലമുറ, ഇതിനെല്ലാം ആധാരം വിശുദ്ധിയാണ്. വിശുദ്ധ കുടുംബത്തിലൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബത്തിന്റെ ഉൽപ്പത്തി, അതിന്റെ ആരംഭം, ദൈവം കുടുംബത്തെ സ്ഥാപിച്ച ആ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, സർവശക്തനായ നമ്മുടെ ദൈവം, ഈ ദൈവം ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുണ്ടായി. പ്രപഞ്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം ഉണ്ടായി വന്നു. ജീവജ്വാലങ്ങളെ സൃഷ്ടിച്ചു. കടലിനെ ദൈവം സൃഷ്ടിച്ചു. ആകാശവിധാനങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ആകാശത്തിൽ പക്ഷികളെ സൃഷ്ടിച്ചു. ജലത്തിൽ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു. കരയെ സൃഷ്ടിച്ചു. കരയിൽ അനേകം മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചു. വെള്ളമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെള്ളമുണ്ടായി. അങ്ങനെ തന്റെ വാക്കിനാൽ, വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ സകലതും ഉണ്ടാക്കപ്പെട്ടു, ഉളവായി വന്നു. ദൈവം പറഞ്ഞ വചനത്താൽ, വാക്കിനാൽ അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ചു. എന്നാൽ ഇതിന്റെ എല്ലാം ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം ആരംഭിച്ചപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ, അതുവരെയും സൃഷ്ടിച്ച സൃഷ്ടി പോലെ ആയിരുന്നില്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ സകലത്തെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനെ അങ്ങനെ വചനത്താൽ അല്ല ദൈവം സൃഷ്ടിച്ചത്. പിതാവായ ദൈവം ഇങ്ങനെ പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ തിരുവചനം. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക്. അപ്പൊ ഒന്നിലധികം വ്യക്തികൾ അവിടെയുണ്ട്. ആരാണ് ഈ ഒന്നിലധികം വ്യക്തികൾ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. അവിടെ ഈ ത്രിത്വം ഒന്നിച്ചിരുന്ന്, ഒത്തുചേർന്ന് അവർ പറയുകയാണ്, നമുക്ക്
നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും ചേർന്ന്, പരിശുദ്ധ ത്രിത്വം ചേർന്ന് അവർ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. വചനത്താൽ അല്ല, പിന്നെയോ തൻ്റെ കൈകളാൽ അവിടുന്ന് മനുഷ്യനെ, ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവിടുന്ന് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവിടുന്ന് അവരെ ഇതാ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യനെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ് ആദിമത്തെ മനുഷ്യൻ. സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അവന് ദൈവം ആദാം എന്ന പേരിട്ടു. ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ആദാം. അത് ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ഭൂമിയിലെ മണ്ണെടുത്ത് കുഴച്ച് ചെളിയുണ്ടാക്കി ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കുകയാണ്. കുട്ടികളൊക്കെ മണ്ണ് കുഴച്ച് മണ്ണിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ ഈ പിതാവായ ദൈവം മണ്ണ് കുഴച്ച് രൂപപ്പെടുത്തി ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി. എന്നിട്ട് ഈ മനുഷ്യന്റെ നാസാരംഗങ്ങളിലേക്ക് അവിടുന്ന് നിശ്വസിച്ചു. അങ്ങനെ അവൻ ജീവനുള്ളവനായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ശ്വസിച്ചതു വഴി ഈ മണ്ണ് പോലെ ഇരുന്ന മനുഷ്യൻ, മണ്ണായിരുന്ന മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായി മാറ്റപ്പെട്ടു, ആദാമായി മാറ്റപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ മനുഷ്യനിലേക്ക് വന്നത് എന്താണ്? ദൈവത്തിന്റെ ജീവനാണ് വന്നത്. ദൈവത്തിന്റെ ജീവൻ ഇതാ മനുഷ്യന്റെ ഉള്ളിലോട്ട് കടന്നു വന്നു. അവൻ ജീവനുള്ളവനായി മാറി. അപ്പൊ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെ മേലും അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ അത് ദൈവത്തിന്റെ ജീവനാണ്, ദൈവീക ജീവനാണ് സകല മനുഷ്യരിലും വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം സ്ഥാപിച്ച ഏദൻ തോട്ടത്തിൽ ആദാം ഇതാ അവിടെ ജീവിക്കുകയാണ്. അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം അവന് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ആദാം എന്തിന് ഒക്കെ പേരിട്ടു, അതൊക്കെ അതിന് പേരായി മാറി എന്ന് ബൈബിൾ എഴുതിയിരിക്കുക. ഒരു പക്ഷിയെ നോക്കി ആദാം പേര് വിളിച്ചു കാക്ക. അന്ന് മുതൽ ആ പക്ഷി കാക്കയായി അറിയപ്പെടാൻ തുടങ്ങി. മറ്റൊരു പക്ഷിയെ നോക്കി ആദാം പേരിട്ടു പ്രാവ്. അന്ന് മുതൽ അത് പ്രാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഒരു മൃഗത്തെ നോക്കി ദൈവം
അല്ലെങ്കിൽ ആദാം ഒരു പേര് വിളിച്ചു, ആന. അന്ന് മുതൽ അത് ആന എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ആദാം എന്തിനൊക്കെ ഏതൊക്കെ ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, മത്സ്യങ്ങൾക്ക് പേര് വിളിച്ചോ അതൊക്കെ പേരായി നിലവിൽ വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ദൈവം അവന് കൊടുത്ത അധികാരം, പരമാധികാരം. സകലത്തിന്റെ മേൽ അത് അടക്കി ഭരിക്കാനുള്ള ആദ്യത്തെ മനുഷ്യന് കൊടുത്ത അധികാരം. ഹല്ലേലൂയ. ആദത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു എന്ന്. ആദാം ദൈവത്തിന്റെ മകനാണ്. ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൽ നിന്ന് ജീവൻ വന്ന, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണ് ആദാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവൻ ഏകാന്തതയിൽ ഈ ഏദൻ തോട്ടത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ദിവസങ്ങൾ പലത് കടന്നുപോയി. ഈ ആദാം നോക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ഓരോ ഇണകളുണ്ട്. അവര് കൂട്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് അവര് നടക്കുന്നത്, ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് ഇണയേരുന്നു. എല്ലാ മൃഗങ്ങൾക്കും അവർക്ക് ഇതാ കൂട്ടുകൂടാൻ ഇണകളെ കിട്ടിയപ്പോൾ ആദാം മാത്രം ഒറ്റയ്ക്ക് കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അവനെ നിരാശനാക്കി. ഈ ആദത്തിന്റെ നിരാശ, ഏകാന്തത, അവന്റെ വേദന, പ്രിയമുള്ളവരെ, അവന്റെ അപ്പനായ ദൈവം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് മനസ്സിലായി അവൻ ഏകനായി മാറിയാൽ ശരിയാകുകയില്ല. ഞങ്ങൾ തന്നെ 3 പേരുടെ ഐക്യമാണ്. അതിനാണ് പരിശുദ്ധ ത്രിത്വം, ട്രിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദം ഒറ്റയ്ക്ക. അവൻ ഒറ്റയ്ക്ക് കഴിയേണ്ടവനല്ല എന്ന് ഇതാ പിതാവായ ദൈവം ചിന്തിച്ചു. അങ്ങനെ അവന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഇതാ ദൈവം പരിശ്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തന്ന ജീവിത പങ്കാളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ ദൈവം എന്നെയും കുടുംബ ജീവിതം എന്ന വിളിയിലേക്ക് എന്നെ വിളിച്ച അനന്തമായ ആ വലിയ വിളിയെ ഓർത്ത്, ആ ദൗത്യത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാ മക്കളും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ അനാദിയിലെ അങ്ങ് വിവാഹമെന്ന കൂദാശിയിലേക്ക് ഞങ്ങളെ വിളിച്ചല്ലോ. ഒരു കുടുംബത്തിലെ അംഗമാക്കി ഞങ്ങളെ മാറ്റിയല്ലോ. അങ്ങ് എന്നോട് കൂട്ടിച്ചേർത്ത് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു എന്ന് പറയാം. നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ എല്ലാ ദമ്പതികളുമേലും. ഓ കൃപയൊഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ആദിമ മാതാപിതാക്കളുടെ മേല് ദൈവം നിറച്ച അഭിഷേകം, ആ ചൈതന്യം, ആ കൃപ ഈ എല്ലാ മക്കളുടെ മേലും ദമ്പതികളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അത്യുന്നതന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഐക്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൗത്യത്തിന്റെ വലുപ്പം മനസ്സിലാക്കുവാൻ ഇവിടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ, ദൈവിക ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ ഇവരെയേവരെയും വിളിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്. ഓ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി, അഭിഷേകം നിറയട്ടെ 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 നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.